ഈ രത്നാകരൻ്റെ കഥയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തിയിലുണ്ടായ പരിണാമം എന്തുമാത്രം. അദ്ദേഹം തൻ്റെ ഉള്ളിലുള്ള ആ സത്യത്തെയാണ് അറിയുവാൻ വേണ്ടി ഉള്ളിലേക്ക് നോക്കി ആ നിരന്തരം സാധന അനുഷ്ഠിച്ചത്. അദ്ദേഹം എന്ത് ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കണം. എന്താണോ ഗുരുപദേശം കിട്ടിയത് അത് മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അത് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അത് എത്താൻ പറ്റി എന്നുണ്ടെങ്കിൽ ഓരോ സാധകനും ഇപ്രകാരം ഉള്ളിലോട്ട് നോക്കുന്ന ആ എന്താണോ സത്യം ആ സത്യത്തെ അറിയുന്ന തരത്തിലുള്ള സാധനാദി കാര്യങ്ങളിലോട്ട് വരണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിരുന്ന പലതും ആയിരിക്കില്ല ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തോന്നും ഇത്രയും മതിയോ, നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ലല്ലോ, കൂടുതൽ ഉപവാസം എടുക്കുന്നില്ല, കൂടുതൽ തീർത്ഥാടനങ്ങൾ പോകുന്നില്ല, ഈ മറ്റുള്ളവർ ചെയ്യുന്ന സാധകർ ചെയ്യുന്ന ഒരു കാര്യവും നമ്മൾ സാധകരല്ല വിശ്വാസികൾ അമ്പല വിശ്വാസവും മതക്ഷേത്ര വിശ്വാസത്തിലൊക്കെ നിൽക്കുന്നവർ ചെയ്യുന്നത് പോലെ പലതും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും മതിയാവുമോ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മറ്റുള്ളവർ സീസണൽ ഭക്തിയാണെന്നുണ്ടെങ്കിൽ സാധകൻ ഇത് ഹോളിഡേ പോലും ഇല്ലാത്ത എല്ലാ ഡേയും ഹോളി ഡേ ആക്കിയാണ് അവൻ മാറ്റുന്നത്. അങ്ങനെ അവൻ 365 ദിവസവും 24 മണിക്കൂറും അവൻ്റെ സാധനയിൽ അവൻ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അവനിൽ പരിണാമം. ആ ഒരു യാത്ര അവൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ ഉള്ളിൽ പല പല ചോദ്യങ്ങൾ ഉണരും. ആ ചോദ്യം അവൻ സ്വാഭാവികമായിട്ടും സാധന ഗുരുവായിട്ട് പങ്കുവയ്ക്കും. തീർച്ചയായിട്ടും അതിൻ്റെ നിർദ്ദേശങ്ങൾ കിട്ടും. ഇങ്ങനത്തെ ഒരു പ്രോസസ്സിങ് അവൻ്റെ ലൈഫിൽ നടക്കുമ്പോഴാണ് അവൻ ശരിക്കും ഒരു ഭക്തൻ നിന്ന് ഒരു സാധകൻ എന്നുള്ളൊരു തലത്തിലേക്ക് വരുന്നത്.